Let us learn commerce. Please like, share and subscribe. ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ പല ഏരിയയിലും കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ്റെ ഫീൽഡിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ബിസിനസ് മോഡൽസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. കമ്പ്യൂട്ടർ അലൗ കമ്പനീസ് ടു മേക്ക് മോഡൽസ് ഓഫ് ദെയർ പ്രൊഡക്റ്റ്. കാർ പോലെയുള്ള അല്ലെങ്കിൽ ബൈക്ക് അങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ മോഡൽസ് പ്രിപ്പയർ ചെയ്യാനും ആ മോഡൽസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ്സിൽ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ഇൻ മെനി ഇൻഡസ്ട്രിയൽ ഫാക്ടറീസ് യൂസ് കമ്പ്യൂട്ടേഴ്സ് ടു കൺട്രോൾ മെഷീൻസ്. മാനുവലായിട്ട് മെഷീൻസ് കൺട്രോൾ ചെയ്യുന്നതിന് പകരം കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് പല ഇൻഡസ്ട്രിയൽ ഫാക്ടറീസും അവരുടെ മെഷീൻസിനെ കൺട്രോൾ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഫീൽഡിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള രണ്ട് കാര്യമാണ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെഷീൻസിനെ കൺട്രോൾ ചെയ്യാനും. ഏരിയ ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഷെഡ്യൂളിംഗ് മീൻസ് നമുക്ക് ടാസ്കുകൾ ചെയ്ത് തീർക്കേണ്ട ടൈമിനെ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം ഒരുപാട് ഓർഗനൈസേഷന് അവർ ഏറ്റെടുത്തിട്ടുള്ള വർക്ക് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഷെഡ്യൂളിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെനി ബിസിനസ്സസ്, എസ്പെഷ്യലി മാനുഫാക്ചറിങ് ആൻഡ് ഡെലിവറിങ് ബിസിനസ്. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ഷെഡ്യൂളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ ഏറ്റെടുത്തിട്ടുള്ള ഓർഡേഴ്സ് അവർക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഡെലിവറി ചെയ്യണം. ഷെഡ്യൂളിംഗ് സിസ്റ്റംസ് അലൗ ബിസിനസ്സസ് ടു എൻഷുർ ദാറ്റ് ദേ ആർ മീറ്റിംഗ് ദെയർ ഗോൾസ്. അപ്പോൾ ഷെഡ്യൂളിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്ത് നമ്മൾ ഇത്തരം ഗോളുകൾ കറക്റ്റ് ടൈമിൽ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിംഗ് ഫീൽഡിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് നോക്കാം. മെനി ഫേംസ് യൂസ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ലെഡ്ജറിംഗ് സിസ്റ്റം ടു എൻഷുർ ആക്യുറസി ഓഫ് ദിയർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. മാനുവലായിട്ട് അക്കൗണ്ടിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യം സിസ്റ്റം യൂസ് ചെയ്ത് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് ലെഡ്ജറിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ പല ഫേമുകളും ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കറക്റ്റായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസും അതുപോലെ ലെഡ്ജർ സിസ്റ്റംസും ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് ചെയ്യുന്നതിലൂടെ ബിസിനസ്സസ് ടു കീപ് ഡീറ്റെയിൽഡ് റെക്കോർഡ്സ്, ബിസിനസ്സിന് അവർക്ക് വേണ്ട ഏരിയയിലുള്ള എല്ലാ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അക്കൗണ്ടിങ്ങിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഏരിയാസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, ഇൻവോയ്സിങ് അല്ലെങ്കിൽ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് സിസ്റ്റത്തിന് മീൻസ് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ ഫുൾഫിൽ ചെയ്ത് അവർക്ക് ഇൻവോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നെക്സ്റ്റ്, അക്കൗണ്ട്സ് റിസീവബിൾ ആണ്. ബിസിനസ്സിന് ക്യാഷ് തരാനുള്ള ആളുകളാണ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുണ്ട്. അക്കൗണ്ട് റിസീവബിൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, അക്കൗണ്ട് പേയബിൾ ആണ്. അക്കൗണ്ട് പേയബിൾ മീൻസ് ക്രെഡിറ്റേഴ്സിന് തുല്യതാണ്. മീൻസ് ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആളുകളാണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സിസ്റ്റംസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ജനറൽ ലെഡ്ജർ. കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന എല്ലാ ജനറൽ ലെഡ്ജേഴ്സും പ്രിപ്പയർ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പേറോൾ മീൻസ് എംപ്ലോയീസിൻ്റെ സാലറി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാം. ഇത്രയാണ് മെയിനായിട്ടും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കാം. ഫസ്റ്റ്, എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം റെക്കോർഡ് ചേഞ്ചസ് ടു ഇൻവെൻട്രി ലെവൽ ആൻഡ് പ്രൊഡ്യൂസ് അപ്രോക്സിമേറ്റ് സ്റ്റോക്ക് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ബേസിൽ ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റംസ് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടും ഇൻവെൻട്രിയിൽ ലെവലിലുണ്ടാകുന്ന ചേഞ്ചസ് മീൻസ് ഈ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നതിലൂടെ ഇൻവെൻട്രിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാനും അതുപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അപ്രോക്സിമേറ്റ് സ്റ്റോക്ക് റിപ്പോർട്ട്സ് എടുക്കാനും സഹായിക്കും. ഇൻഫർമേഷൻ റിഗാർഡിംഗ് റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ഈസ് ടേക്കൺ ആൻഡ് ഇൻവെൻട്രി ബാലൻസസ് ഇൻ ദി മാസ്റ്റർ ഫയൽ ആർ ചേഞ്ച്ഡ് അക്കോർഡിംഗ്ലി. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുകയും നമുക്ക് മെയിൻ ബാലൻസിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രം കാണാനും കഴിയും.
നമുക്ക് പറയാം ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ മാനുവലായിട്ട് ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റിപ്പോർട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ സ്പീഡായിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കും. അപ്പോൾ നമുക്ക് ഇഷ്യൂവിൻ്റെയും റെസിപ്റ്റിൻ്റെ അതേ ടൈമിൽ തന്നെ അത് മാസ്റ്റർ ഫയലിലും റെക്കോർഡാവും. നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് പ്രോഗ്രാമിലായിരിക്കണം അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിലായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഈ ഒരു ഇതിൽ വേരിയസ് ടെക്നിക്സ് അവൈലബിൾ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യാനായിട്ട് പല സോഫ്റ്റ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സ്പ്രെഡ്ഷീറ്റ് പാക്കേജസ്, എക്സ്പേർട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർസൊക്കെ. അപ്പോൾ ഇവരെല്ലാം മെയിനായിട്ടും ഫോം ചെയ്തിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ പാക്കേജസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കാം. നെക്സ്റ്റ് വൺ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രിപ്പയർ ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് ആൻഡ് കോർപ്പറേറ്റ് ഫോർകാസ്റ്റ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ബഡ്ജറ്റും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫോർകാസ്റ്റും ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടേഴ്സ് ബിസിനസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻഎക്സ്പെൻസീവ് അക്കൗണ്ടിങ് പ്രോഗ്രാംസ് അലൗസ് ഈവൻ പീപ്പിൾ വിത്ത് ലിമിറ്റഡ് കമ്പ്യൂട്ടർ നോളജ് ടു ഡെവലപ്പ് ഡീറ്റെയിൽഡ് ബഡ്ജറ്റ്. ഇപ്പോൾ അധികം നോളജ് കമ്പ്യൂട്ടറിനെ പറ്റി നോളജ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ അക്കൗണ്ടിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. അപ്പം ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ മാർക്കറ്റിംഗ് ഫീൽഡിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടർ അലൗസ് ബിസിനസ്സസ് ടു ക്രിയേറ്റ് വെബ്സൈറ്റ്സ്. പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റണ്ണിങ് ആഡ്സ് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആഡ്സ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ആൻഡ് കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, അപ്പോൾ ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും ചെയ്യാൻ കഴിയും. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിന് മാർക്കറ്റിങ്ങിലെ എല്ലാ ഏരിയാസും കവർ ചെയ്യാം. Through website, business can upload their latest content such as articles, product images, etc. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിന് അവരുടെ പുതിയ കണ്ടൻറ്റുകൾ, ബിസിനസ്സിലെ പുതിയ കണ്ടൻറ്റുകളായിട്ടുള്ള ആർട്ടിക്കിൾസ്, പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ഇതെല്ലാം ഷെയർ ചെയ്യാൻ കഴിയും. പ്രിപ്പയർ മാർക്കറ്റിംഗ് ഡോക്യുമെൻറ്റ്സ്. മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാണ്ട്. സെവറൽ വേസ് ടു അഡ്വർടൈസ് ആൻഡ് മാർക്കറ്റ് ദെയർ സർവീസസ്. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറും വെബ്സൈറ്റും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് പല രീതിയിൽ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അഡ്വർടൈസ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇത്രയാണ് മാർക്കറ്റിങ്ങിൽ മെയിനായിട്ടും കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതല്ലാതെ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ ഏരിയയിലും നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ചെയ്യാം. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. കസ്റ്റമേഴ്സുമായിട്ട് പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ് ക്യാൻ ഹെൽപ്പ് കമ്പനീസ് ടു ബിൽഡ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദെയർ കസ്റ്റമേഴ്സ്. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സും ഇൻ്റർനെറ്റും യൂസ് ചെയ്തുകൊണ്ട് കമ്പനീസിന് അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാൻ സെൻഡ് ഇമെയിൽസ് ടു അഡ്വർടൈസ് ചെയ്യുന്ന ന്യൂ പ്രൊഡക്റ്റ്. പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ഇമെയിൽ അയച്ചുകൊണ്ട് അവരെ അറിയിക്കാൻ കഴിയും. അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ആപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കോൺടാക്റ്റിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അവർ തരുന്ന സെയിൽസ് ഓർഡറിനെ നമുക്ക് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാനും കഴിയും. അപ്പോൾ ഈ രീതിയിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ആപ്സ് അവൈലബിൾ ആണ്. അതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരെ മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ് ഇൻക്ലൂഡ് ഇമെയിൽ, ചാറ്റ്, വെബ് കോൺഫറൻസിങ് ആൻഡ് വോയിപ്പ്. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് ഇമെയിൽ സെൻഡിങ്, അതുപോലെ ചാറ്റ് ചെയ്യുക, വെബ് കോൺഫറൻസിങ്, അതുപോലെ വോയിസ് ഓവർ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റും യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഈ എംപ്ലോയീസിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇമെയിൽസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇമെയിൽസും ഇൻസ്റ്റൻറ്റ് മെസ്സേജ് യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ വെബ് കോൺഫറൻസിങ് വെച്ച് നമുക്ക് ബിസിനസ്സിൻ്റെ മീറ്റിംഗ്സ് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അപ്പം ഈസി ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റും വെബ് കോൺഫറൻസിങ് ആപ്സ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്രയാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ബിസിനസ് മെയിനായിട്ടും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും യൂസ് ചെയ്യാറുണ്ട്.
നെക്സ്റ്റ് വൺ നെറ്റ്വർക്കിംഗ് പോസിബിൾ ആക്കുന്നത് കമ്പ്യൂട്ടേഴ്സാണ്. അപ്പം കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ബിസിനസ്സിന് റിമോട്ട് ഏരിയയിൽ പോലും അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ ഉള്ള സ്ഥലങ്ങളിൽ പോലും റിയൽ ടൈം ആയിട്ടുള്ള ആക്സസ് ഉണ്ടാവുന്നു. അപ്പോൾ നെറ്റ്വർക്കിംഗ് ഇൻ റിയൽ ടൈം ഓവർ ലോങ് ഡിസ്റ്റൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ബിസിനസ്. അപ്പം ബിസിനസ്സിൽ കമ്പ്യൂട്ടറിനെ കൊണ്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസാണ്. എത്ര ലോങ് ഡിസ്റ്റൻസിൽ വേണമെങ്കിലും ഏത് ടൈമിലും റിയൽ ടൈം ആയിട്ട് തന്നെ അവർക്ക് റീച്ച് ചെയ്യാൻ കഴിയും. ഇപ്പം എംപ്ലോയീസിന് ലോങ് ഡിസ്റ്റൻസിലുള്ള എംപ്ലോയീസിന് ഇമെയിൽസ് അയക്കാൻ പറ്റും. അതുപോലെ അവരുമായിട്ട് വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ഈ രീതിയിൽ നെറ്റ്വർക്കിംഗ് പോസിബിൾ ആക്കുന്നത് കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ റിസർച്ചിൻ്റെ ഫീൽഡിൽ മീൻസ് കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. ബിസിനസ്സസ് ക്യാൻ യൂസ് ദ ഇൻ്റർനെറ്റ് ടു റീസർച്ച് ഇറ്റ്സ് കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് ആൻഡ് പ്രൈസസ് ബൈ സ്റ്റഡിങ് ദ വെബ്സൈറ്റ്സ്. അപ്പം കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റ്സ് കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ചും എല്ലാം സ്റ്റഡി ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഓൾസോ ഗെറ്റ് ഐഡിയ into how customers view their own product by reading customer reviews on sites. അപ്പോൾ പല സൈറ്റുകളും നമ്മളെ പ്രൊഡക്റ്റും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതിലുള്ള അവരുടെ റിവ്യൂ നോക്കിക്കൊണ്ട് നമ്മളെ പ്രൊഡക്റ്റിനുള്ള കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഏതാണെന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാനും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. മീൻസ് ആമസോൺ പോലുള്ള സൈറ്റുകളിൽ കയറിയിട്ട് നമ്മളെ കസ്റ്റമേഴ്സ് ഓൺ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് വായിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ വ്യൂസ് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് വൺ ഡാറ്റ മൈനിങ് നോക്കാം. ബിസിനസ് അക്വയർ ആൻഡ് സ്റ്റോർ മാസീവ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ റിലേഷണൽ ഡാറ്റാബേസ്, സ്പ്രെഡ്ഷീറ്റ്സ്, XML ഫയൽസ് ആൻഡ് അതർ റെപ്പോസിറ്ററീസ്. ബിസിനസ് അവർക്ക് ആവശ്യമുള്ളതും അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ്, മാസീവ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് അവരുടെ റിലേഷൻ ഡാറ്റാബേസ് അതുപോലെ സ്പ്രെഡ്ഷീറ്റിൽ അതുപോലെ XML ഫയൽസിലായിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ ഡാറ്റ മൈനിങ് പാക്കേജസ് ക്യാൻ ഹെൽപ്പ് ബിസിനസ്സസ് ഐഡൻറ്റിഫൈ ദ പാറ്റേൺ ആൻഡ് ഡിസ്കവർ ന്യൂ റിലേഷൻഷിപ്പ് ഇൻ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. മീൻസ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മാസീവ് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ മൈനിങ് പാക്കേജുകൾ അതിനെ പഴയ ഡാറ്റയിൽ നിന്ന് ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലൂടെ ആ പഴയ ഡാറ്റയിൽ നിന്നുണ്ടാവുന്ന പുതിയ ഐഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് പുതിയ റിലേഷൻഷിപ്പ് ഡിസ്കവർ ചെയ്യാനും കഴിയും. മീൻസ് നമ്മളൊരു സെയിൽസിൻ്റെ ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പാറ്റേൺ ഡ്രോ ചെയ്യുന്നു. ആ പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഫ്യൂച്ചർ സെയിൽസ് എങ്ങനെയാവാനുള്ള ചാൻസ് ഉണ്ട്. ആ രീതിയിലുള്ള പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതിലൂടെ ബിസിനസ്സിന് കൂടുതലായിട്ട് അവരുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ലാസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. HR മാനേജ്മെൻറ്റ് വേണ്ടിയിട്ട് ബിസിനസ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് സോഫ്റ്റ്വെയർ ഹെൽപ്സ് ബിസിനസ്സസ് ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. ഇപ്പോൾ വേൾഡ് തന്നെ ഏത് ഏരിയയിൽ നിന്ന് ആളുകളാണെങ്കിലും അവരുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സും ഇൻ്റർനെറ്റും യൂസ് ചെയ്യാം. ട്രാക്ക് എംപ്ലോയി പെർഫോമൻസ്, എംപ്ലോയിയുടെ പെർഫോമൻസിനെ ട്രാക്ക് ചെയ്യാനും അതുപോലെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ബിസിനസ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇത്രയാണ് computer applications in various areas of business. Thank you.